ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു EJO Plus അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 13 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നെയിം ഗതാഗതവും വാർത്താവിനിമയവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗതാഗതത്തെക്കുറിച്ചും അതുപോലെ വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സോഷ്യൽ സയൻസിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു 13th ചാപ്റ്റർ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം അതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും റോഡ് ഗതാഗതത്തിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതുപോലെ ജലഗതാഗതം, വ്യോമഗതാഗതത്തിൻ്റെയൊക്കെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള റോഡുകളും അതേതാണ് അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ്, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സമുദ്ര ജലഗതാഗതത്തിൻ്റെയൊക്കെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെയൊക്കെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, ഗതാഗതവും വാർത്താവിനിമയവും ഒരു രാജ്യത്തിൻ്റെയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെയും ആയുർരേഖകളാണെന്ന് കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പം നമുക്കറിയാം ഗതാഗതം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിലും അതുപോലെ ഉദ്യോഗത്തിന്, വിദ്യാഭ്യാസത്തിനൊക്കെ ഗതാഗതം ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഗതാഗതത്തിന് വലിയ പങ്കാണുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഗതാഗതവും വാർത്താവിനിമയവും ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയാം അല്ലേ. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അളവുകോൽ ഗതാഗത രംഗത്തെ പുരോഗതിയും വാർത്താവിനിമയ രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളുമാണെന്നും നമുക്ക് പറയാം. ഗതാഗത മാർഗങ്ങൾ ഒരു രാജ്യത്തിലെ വാണിജ്യത്തെയും വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ അധികമുള്ള സ്ഥലത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിലും മികച്ച ഗതാഗത സൗകര്യം കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഉദ്യോഗ സമ്പാദനത്തിനും വിദ്യാഭ്യാസത്തിനും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ആവശ്യമാണ്. ലോകത്തിലെ പ്രധാന സംഭവങ്ങളെ പറ്റിയും പ്രവർത്തനങ്ങളെ പറ്റിയും നമുക്ക് വിവരം നൽകുന്നത് വാർത്താവിനിമയ സൗകര്യങ്ങളാണ്. പൊതുവെ പറഞ്ഞാൽ ഗതാഗതവും വാർത്താവിനിമയവും ഒരു രാഷ്ട്രത്തിൻ്റെ ആയുർരേഖകളാണെന്ന് പറയാം അല്ലേ. അപ്പം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഗതാഗതവും വാർത്താവിനിമയവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റിനെ ഇത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഗതാഗത മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഗതാഗതത്തെ ആശ്രയിച്ചിരിക്കുക. അതിപ്പോൾ ഒരു വാണിജ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ഈ ഒരു ഗതാഗത മാർഗം എല്ലാവരും സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ രാജ്യത്തിലെ വാണിജ്യത്തെയും അതുപോലെ വ്യാപാരത്തെയും ഒക്കെ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എന്തൊരു ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ എന്തൊരു പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനോ ഒക്കെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് വാർത്താവിനിമയം. അപ്പോൾ വാർത്താവിനിമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ, ചിന്തകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനും അതുപോലെ വാർത്താവിനിമയം നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരു രാജ്യത്ത് അറിയാനും അതുപോലെ മൊത്തത്തിലുള്ള എന്തൊക്കെയാണ് ചുറ്റുപാടും നടക്കുന്നതെന്നൊക്കെ നമുക്ക് ഓരോ മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? വാർത്താവിനിമയത്തിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഗതാഗതവും വാർത്താവിനിമയവും ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു വേൾഡിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റോഡ് ഗതാഗതത്തിൻ്റെ 3 ശ്രേഷ്ഠതകൾ എഴുതുക എന്നാണ്. അപ്പോൾ റോഡ് ഗതാഗതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉള്ളൊരു ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം. അപ്പോൾ ഒരു റോഡ് ഗതാഗതത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് റോഡുകളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, അതിൻ്റെ ശ്രേഷ്ഠതകൾ, മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോഡ് ഗതാഗതത്തിന് ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുക്കുന്ന മാർഗം റോഡുകളാണ്. ഓട്ടോറിക്ഷ, കാറ്, സൈക്കിൾ, ബസ്, സ്കൂട്ടർ, ട്രക്ക് തുടങ്ങിയ വാഹനങ്ങളെല്ലാം റോഡിലൂടെ ഗതാഗതം നടത്തുന്നു. അപ്പം നമുക്കറിയാം റോഡ് ഗതാഗതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഗതാഗത മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് റോഡ് ഗതാഗതമാണ്. അപ്പോൾ ആ ഒരു ഗതാഗതത്തിന് ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുക്കുന്നൊരു മാർഗം കൂടെയാണ്. നമ്മൾ കാണുന്ന വാഹനങ്ങളൊക്കെ ഓട്ടോ, കാറ്, സൈക്കിള്, ബസ്, സ്കൂട്ടർ ഇതൊക്കെ
ഈ വാഹനങ്ങളെല്ലാം റോഡ് ഗതാഗതം നടത്തുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് പണ്ടത്തെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, വാഹനങ്ങൾക്ക് പകരമൊക്കെ എന്താണ് കാളവണ്ടിയൊക്കെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ ആണ് നമുക്ക് ബസ്, കാറ് തുടങ്ങിയ എല്ലാ വാഹനങ്ങളെയും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു മെറിറ്റ് എന്താണെന്ന് നോക്കാം. മറ്റ് ഗതാഗത മാർഗങ്ങളെക്കാൾ റോഡുകളുടെ നിർമ്മാണ ചെലവ്, പുനർനിർമ്മാണ ചെലവ് ഇതെല്ലാം വളരെ കുറവാണ്. അപ്പം നമ്മളിപ്പം വ്യോമഗതാഗതം ഒക്കെയാണ് നമ്മളിപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ റോഡ് ഗതാഗതത്തിൻ്റെ ഒരു ചിലവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ആ ഒരു പ്ലെയിനൊക്കെ ഉണ്ടാക്കേണ്ട അതിൻ്റെയൊക്കെ ചിലവ് എന്താണ് വളരെ കൂടുതലാണ്. കപ്പൽ നിർമ്മിക്കുകയാണെങ്കിലും ജലഗതാഗതമാണെങ്കിലും കപ്പൽ നിർമ്മിക്കാനൊക്കെ എന്താണ് വളരെ ചിലവേറിയൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ റോഡ് ഗതാഗതത്തിൻ്റെ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ ചെലവും കുറവാണ്. അതിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് നടത്താനാണെങ്കിലും ആ ഒരു ചിലവും വളരെ കുറവാണെന്ന് പറയാം മറ്റുള്ള ഇതിനെ ആശ്രയിക്കുമ്പോൾ. നെക്സ്റ്റ് ഒരു മെറിറ്റ് എന്താണ്, റോഡുകൾ ഏറ്റവും സൗകര്യപ്രദമായതും ലാഭകരവുമാണെന്ന് പറയാം. അതുപോലെ പിന്നോക്ക പ്രദേശങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് റോഡുകളാണ്. മലപ്രദേശങ്ങൾ, കുന്നുകൾ, മരുഭൂമികൾ, സമതലങ്ങൾ ഈ വിവിധമുള്ള എല്ലാ പ്രദേശങ്ങളെയും റോഡുകൾ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ റോഡ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാം കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശങ്ങളെ ഒരു നഗരത്തിലൊരു ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഒരു റോഡ് മാർഗമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു റോഡ് നിർമ്മാണം നമുക്ക് എല്ലായിടത്തിലും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ മലപ്രദേശങ്ങളിലും നമുക്ക് റോഡ് നിർമ്മിക്കാൻ പറ്റും. കുന്നുകളിലും മലകളിലും മരുഭൂമികളിലും എല്ലാ സമതല പ്രദേശങ്ങളിലും ഒക്കെ എന്താണ് നമുക്ക് റോഡ് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റോഡ് ഗതാഗതത്തിൻ്റെ മെറിറ്റ്സ് അഥവാ ശ്രേഷ്ഠതകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് നമുക്ക് നോക്കാം. ന്യൂനതകൾ: റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് സമയം കൂടുതൽ എടുക്കുമെന്നുള്ളതും ഗതാഗതക്കുരുക്കും ഇടയ്ക്കിടെ വേണ്ടി വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമാണ് റോഡ് ഗതാഗതത്തിനുള്ള പ്രധാന ന്യൂനതകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഏതൊരു പോസിറ്റീവിനും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് എന്താണ് കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഇപ്പോൾ നമ്മളിപ്പം ഒരു പ്ലെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു കൺട്രിയിലോട്ട് മണിക്കൂറുകളെ ആ ഒരു ഇതേ വരുന്നുള്ളൂ. ആ ഒരു യാത്രയുടെ ദൈർഘ്യമൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ റോഡ് മാർഗ്ഗമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അടുത്ത സ്ഥലത്തേക്ക് എത്താനാണെങ്കിലും കുറച്ച് ആ ഒരു ടൈം എടുക്കും. അത് ഒരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ എന്താണ് സമയം കൂടുതലെടുക്കും. അതുപോലെ എന്തെങ്കിലും ട്രാഫിക് കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ റോഡ് പണികളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഒരു ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ന്യൂനതകളായിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്റ്റേറ്റ് PWD ചുമതലകൾ എന്തെല്ലാം? അപ്പോൾ നമ്മുടെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് സ്റ്റേറ്റ് PWD എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നിലവിൽ PWD കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് ആണ് മന്ത്രി, നമുക്കറിയാം അത്. അപ്പം അതിൻ്റെ ചുമതലകൾ എന്തെല്ലാം, PWD ചുമതലകൾ എന്തെല്ലാം നോക്കാം. ജില്ലാ ആസ്ഥാനവും സംസ്ഥാന തലസ്ഥാനവും സംസ്ഥാന ഹൈവേകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ നിർമ്മാണവും പരിരക്ഷയും സംസ്ഥാന പൊതുമരാമത്തിൻ്റെ ചുമതലയാണ്. അപ്പം പിന്നെ മെയിൻ ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സംസ്ഥാനവും അതുപോലെ തലസ്ഥാനവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഹൈവേകളും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളൊക്കെ നിർമ്മിക്കുന്നതൊക്കെയാണ് ഈ ഒരു പൊതുമരാമത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം കൂടിയതും നീളമുള്ളതുമായ റോഡ് ഏതാണ്? ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഏതാണ് ആ ഒരു ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഗംഗാ സമതല പ്രദേശങ്ങളുടെ കുറുകെ ഉത്തര പശ്ചിമ പ്രദേശത്തു നിന്നും പൂർവ്വദേശത്തേക്ക് 16-ാം നൂറ്റാണ്ടിൽ പാഷ്തൂൺ ചക്രവർത്തി ഷെർഷാ സൂരി നിർമ്മിച്ച ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും നീളം കൂടിയതുമായ റോഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അതുപോലെ അത് ഏത് നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്? 16-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ഏത് ചക്രവർത്തിയാണ്? പാഷ്തൂൺ ചക്രവർത്തി ഷെർഷാ സൂരിയാണ് ഈ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും നീളം കൂടിയതുമായ റോഡ്. ഓക്കെ, ഇപ്പോൾ ഈ റോഡ് എന്താണ്? NH1 അമൃത്സർ ടു ഡൽഹി, NH2 ഡൽഹി ടു കൊൽക്കത്ത എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് നോക്കുക, അത് ഏതൊക്കെ റോഡുകൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നോക്കുക. NH1 അമൃത്സർ ടു ഡൽഹി, NH2 ഡൽഹി ടു കൊൽക്കത്ത. അപ്പോൾ ഈ പേരുകളിലാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിലവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് എത്ര കിലോമീറ്ററിലധികം റോഡുകളുണ്ട്?
330 ലക്ഷം കിലോമീറ്ററിലധികം റോഡുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ഒരു ഗതാഗത മാർഗമാണ് റെയിൽവേ ഗതാഗതം. അപ്പോൾ റെയിൽവേയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വിവരിക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, ആളുകൾക്ക് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് റെയിൽവേ ആണ്. റെയിൽവേ ടിക്കറ്റ് റേറ്റ് ഒക്കെ എന്താണ്, വളരെ കുറവാണ്. പിന്നെ എന്താണ് ഒരു പ്രത്യേകത റെയിൽവേയിലൊക്കെ നമുക്ക് ഏതൊരു ക്ലാസ് ആയിട്ടും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ജനറൽ കമ്പാർട്ട്മെൻറ്റ്, AC കോച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ആൾക്കാരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ചീപ്പായിട്ടുള്ളൊരു ഗതാഗത മാർഗ്ഗമാണ് റെയിൽവേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് ആളുകൾക്ക് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് റെയിൽവേ മാർഗ്ഗമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഏത് കോണുകളിലേക്കും യാത്ര ചെയ്യാനും കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഏതു തരം വരുമാനക്കാർക്കും യാത്ര ചെയ്യുവാൻ തരത്തിലുള്ള വിവിധ ജനറൽ, സ്ലീപ്പർ, AC, ചെയർ കാർ എന്നിവയൊക്കെ ഈ ഒരു ഗതാഗത മാർഗത്തിൽ, റെയിൽവേ ഗതാഗതത്തിലുണ്ട്. നെക്സ്റ്റ്, രാജ്യത്തിലെ വിവിധ ഉൽപ്പന്നങ്ങൾ, കൽക്കരി, സിമൻറ്റ്, വളം, പെട്രോളിയം, ഓട്ടോമൊബൈലുകൾ തുടങ്ങിയൊക്കെ നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നും വിപണന സ്ഥലത്തേക്കും മറ്റും ഫാക്ടറികളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്നും വിപണന സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നതിൽ റെയിൽവേ വലിയ പങ്കാണ് വഹിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ചരക്ക് വണ്ടികളുണ്ട്, അങ്ങനെ ഓരോ സ്റ്റോക്കൊക്കെ കൊണ്ടുവരുന്ന ട്രെയിനുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ്, നമുക്ക് ഈ ഒരു ഏതൊരു സംസ്ഥാനത്തു നിന്നും നമ്മുടെ സ്ഥലത്തേക്കൊക്കെ എന്താണ് പച്ചക്കറികളായിക്കോട്ടെ, ഓട്ടോമൊബൈൽസിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ, കൽക്കരി, സിമൻറ്റ്, വളം, പെട്രോളിയം വരെ നമുക്ക് എന്താണ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും റെയിൽവേ ഗതാഗതത്തിലൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു റെയിലിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ്. ഓക്കെ, നോക്കാം. 1853 ബോംബെ ടു താനെ എന്നീ സ്ഥലങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 34 കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യയിൽ റെയിൽവേ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1850 ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ 1853 ബോംബെ ടു താനെ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു ആദ്യം നമുക്ക് റെയിൽവേ നിലവിൽ വന്നിട്ടുണ്ടായത്. അപ്പോൾ അത് 34 കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യയിലെ റെയിൽവേ തുടങ്ങുന്നത് ആദ്യം ഫസ്റ്റ് വരുന്ന ടൈമിൽ. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനം ഉള്ളത് എവിടെയാണ്? ഇന്ത്യക്കാണുള്ളത്. ഇപ്പോൾ ലോകത്തിലെ 4ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ റെയിൽവേക്ക് 64,000 കിലോമീറ്ററിൽ കൂടുതൽ റെയിൽവേ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സംരംഭം എന്ന് ചോദിച്ചാൽ ഏതാണ്? അതും റെയിൽവേ തന്നെയാണെന്ന് പറയാം അല്ലേ. പിന്നെന്താണ്, ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ള ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ റെയിൽവേ തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്കാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാർ വർക്ക് ചെയ്യുന്നത്. പിന്നെ റെയിൽവേക്ക് മാത്രമായിട്ട് എന്താണ് പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തും ജമ്മു മുതൽ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി വരെ എന്താണ് റെയിൽവേ ട്രാക്ക് ഉണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗത മാർഗ്ഗം. അതിൻ്റെ ഇന്ത്യയിലെ ജലഗതാഗത മാർഗ്ഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മറ്റ് ഗതാഗത മാർഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജലഗതാഗതമാണ് ഏറ്റവും ലാഭകരമായത്. ഇതിന് നിർമ്മാണ ചെലവില്ല, സംരക്ഷണ ചെലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജലഗതാഗതം എന്താണ് മറ്റുള്ള ഗതാഗത മാർഗ്ഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ജലഗതാഗതം കുറച്ചും കൂടെ ലാഭകരമാണ്. പക്ഷെ ഇതിനുള്ള നിർമ്മാണ ചെലവ് ഇല്ലെങ്കിലും ഇതിൻ്റെ സംരക്ഷണ ചെലവ് മാത്രമാണ് ഇതിനുള്ളത്. ഓക്കെ, വലുതും വിപുലവുമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ജലഗതാഗതമാണ് ഉത്തമം. ഒരേ സമയം ലക്ഷക്കണക്കിന് ടൺ സാധനം കപ്പലിൽ കൊണ്ടുപോകുവാൻ കഴിയും. നമുക്കറിയാം, ഏറ്റവും വലിയ വലിയ സാധനങ്ങളായിക്കോട്ടെ ഒക്കെ എന്താണ് ജലഗതാഗതത്തിലൂടെ കൊണ്ടുവരാനാണ് സൗകര്യം എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഏറ്റവും വലുതും വിപുലവുമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ജലഗതാഗത മാർഗമാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ടൺ സാധനങ്ങളൊക്കെയാണ് കപ്പലിലൊക്കെ കയറ്റുമതി ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വരെ കൊണ്ടുപോകേണ്ടി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്നതിനും ജലഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത്. ഇന്ധനക്ഷമത കൂടുതലുണ്ട്, കൂടാതെ ഇവ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഗതാഗത മാർഗമാണ്. കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ജലഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ ജലഗതാഗതം പ്രധാനമായിട്ട് എങ്ങനെയാണ് 2 തരമാണുള്ളത്. ഉൾനാടൻ ജലഗതാഗതവും ഉണ്ട്, സമുദ്രധായന മാർഗവും ഉണ്ട്. ഓക്കെ,
ഉൾനാടൻ ജലഗതാഗതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കറിയാം, കനാല്, നദികൾ, കായലുകൾ, തടാകങ്ങൾ എന്നിവയിലൂടെയുള്ള ഗതാഗതം എന്ന് വെച്ചാൽ നമ്മൾ യന്ത്രവൽകൃത ബോട്ടുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ആലപ്പുഴയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു കനാലിലൂടെയും നദികളിലൂടെയും കായലുകളിലൂടെയൊക്കെ എന്താണ്, അതിലൂടെയാണ് അവരുടെ ഈ റോഡ് ഗതാഗതത്തിന് പകരം, നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് ഗതാഗതത്തിന് പകരം അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഗതാഗത മാർഗ്ഗമാണ് ഈ ഒരു ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ എന്താണ്, മറ്റേ യന്ത്രവൽകൃതമായിട്ടുള്ള ബോട്ടുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി സമുദ്രായന ജലഗതാഗതം എന്ന് പറഞ്ഞാൽ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യയുടെ 3 വശങ്ങളുമായി ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ തീരദേശ കപ്പൽ ഗതാഗതത്തിനും അന്തർദേശീയ കപ്പൽ ഗതാഗതത്തിനും ഏറെ സൗകര്യപ്രദമാണ്. അതാണ് സമുദ്രായന ജലഗതാഗതം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഇന്ത്യയുടെ സമുദ്രായന ജലഗതാഗതത്തിൻ്റെ 2 പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. അപ്പം നമുക്കറിയാം, ജലഗതാഗതത്തിൻ്റെ ഒരു 2 പ്രധാന സമുദ്രായന ജലഗതാഗതത്തിൻ്റെ 2 പ്രധാന വിഭാഗങ്ങളാണ് തീരദേശ കപ്പൽ ഗതാഗതമുണ്ട്, അന്തർദേശീയ കപ്പൽ ഗതാഗതമുണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്തതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് നമുക്ക് തീരദേശ കപ്പൽ ഗതാഗതം നോക്കാം. യാത്രക്കാരെയും കപ്പൽ ചരക്കുകളും തീരദേശ തുറമുഖങ്ങളിൽ നിന്നും മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായും തീരദേശ കപ്പൽ ഗതാഗത മാർഗങ്ങളിലൂടെയാണ്. ഏതാണ്ട് 100 നാവിഗേഷൻ കമ്പനികളുടെ കപ്പൽ ഇപ്രകാരം സർവീസ് നടത്തുന്നുണ്ട്. ഏതാണ്ട് 7 ലക്ഷത്തിലധികം ടൺ ചരക്ക് ഗതാഗതം 12 തുറമുഖങ്ങളിലും 189 ചെറുതും വലുതുമായ തുറമുഖങ്ങളിലുമായി നടക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് തീരദേശ കപ്പൽ ഗതാഗതത്തിൻ്റെ പ്രത്യേകത. യാത്രക്കാരെയും അതേസമയം തന്നെ കപ്പൽ ചരക്കുകളെയും തീരപ്രദേശ തുറമുഖങ്ങളിൽ നിന്നും മറ്റൊരു തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ ഏതാണ്, ഈ ഒരു തീരദേശ കപ്പൽ ഗതാഗത മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ അവിടെ എന്താണ്, 7 ലക്ഷത്തിലധികം ടൺ ചരക്ക് ഗതാഗതം 12 തുറമുഖങ്ങളിൽ 189 ചെറുതും വലുതുമായ തുറമുഖങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അന്തർദേശീയ കപ്പൽ ഗതാഗതം. അന്തർദേശീയ കപ്പൽ ഗതാഗതം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ കപ്പൽ ഗതാഗതത്തിൻ്റെ ഭൂരിഭാഗവും അന്തർദേശീയ വ്യാപാരത്തിനാണ് ഉപയോഗിക്കുന്നത്. കിഴക്കൻ തീരപ്രദേശത്തുള്ള തുറമുഖങ്ങളിൽ നിന്ന് മ്യാൻമാർ, മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പശ്ചിമ തീരപ്രദേശത്തുള്ള തുറമുഖങ്ങളിൽ നിന്ന് USA, യൂറോപ്പ്, ഏഷ്യ എന്നീ ഭാഗങ്ങളിലേക്കും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നു. അതാണ് അന്തർദേശീയ കപ്പൽ ഗതാഗതം എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു രാജ്യത്തു നിന്ന് മറ്റോരോ രാജ്യങ്ങളിലോട്ടും നമുക്ക് എന്താണ് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു അന്തർദേശീയ കപ്പൽ ഗതാഗതം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, മറ്റു ഗതാഗത മാർഗങ്ങളെക്കാൾ വായുമാർഗമുള്ള ഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഓക്കെ, അത് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പാണ് വായുമാർഗമുള്ള ഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഒരു ഗതാഗത മാർഗമാണ് ഈ ഒരു വ്യോമഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ 100 കണക്കിന് കിലോമീറ്റർ ദൂരത്തെ ഏതാനും മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് പെട്ടെന്ന് എത്താൻ, ഏതൊരു സ്ഥലത്ത് നിന്ന് ഏതൊരു ഭൂഖണ്ഡത്തിലോട്ടും എത്താൻ എന്താണ് വളരെ ചുരുങ്ങിയ സമയമേ എടുക്കുകയുള്ളൂ. നോക്കാം. ഉപരിതല തടസ്സങ്ങളായ ആരും കടന്നു ചെല്ലാത്ത മലകൾ, ഇടതൂർന്ന വനം, ചതുപ്പ് സ്ഥലം, പ്രളയപ്രദേശം ഇതൊന്നും ബാധകമല്ല. നെക്സ്റ്റ്, വ്യോമഗതാഗതം ദേശീയ സുരക്ഷയ്ക്ക് എന്താണ് വളരെ പ്രാധാന്യമുള്ളതാണ്. വിവിധ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ വ്യോമഗതാഗതം ബന്ധിപ്പിക്കുന്നതിനാൽ ഭൂമി ഒരു ആഗോള ഗ്രാമമായി മാറുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത്യാധുനിക ഉപകരണങ്ങൾ, വിലയേറിയതും അത്യാവശ്യവുമായ മരുന്നുകൾ, വലിയ വിലപിടിക്കുന്ന പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, ഫലവർഗം എന്നിവയൊക്കെ എത്തിക്കുന്നതിന് എന്താണ് വ്യോമഗതാഗതമാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ നമുക്കറിയാം, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് അവൈലബിൾ ആവുന്നതൊക്കെ ഈ ഒരു സർവീസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, അത്യാവശ്യ സാധനങ്ങളോട് കൂടി ആളുകളെ പ്രകൃതി ദുരന്ത സമയങ്ങളിലോ അല്ലാതെയോ ഉള്ള കലാപവേളകളിലോ ഒക്കെ രക്ഷപ്പെടുത്തുന്നതിന് വ്യോമഗതാഗതമായിരുന്നു വളരെ പ്രയോജനപ്രദമായിട്ടുള്ളത്. അതുപോലെ വ്യോമഗതാഗതത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് ഉയർന്ന ചെലവ് കൂലിയാണ്. ആയതിനാൽ സാധാരണക്കാർക്ക് വ്യോമഗതാഗതം അപ്രാപ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചും കൂടിയും ചിലവേറിയ ഒരു കാര്യമാണ് വ്യോമഗതാഗതം. മറ്റുള്ള ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവേറിയതാണ് വ്യോമഗതാഗതം. അതാണ് അതിൻ്റെ ആകെയുള്ള ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തത് വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാനാണ്. അപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ആശയങ്ങളുടെയും ചിന്തകളുടെയും കൈമാറ്റ രീതിയെ വാർത്താവിനിമയം എന്ന് പറയും. അപ്പോൾ എന്താണ് നമ്മുടെ ആശയങ്ങൾ, ചിന്തകളൊക്കെ ഒന്ന്
ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലോട്ട് കൈമാറ്റം ചെയ്യുന്നത് ഒക്കെയാണ് വാർത്താവിനിമയം എന്ന് പറയുന്നത്. വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ജനകീയ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഒക്കെ എന്താണ് വാർത്താവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ എന്താണ് ഈ ഒരു വാർത്താവിനിമയത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു സ്ഥലത്തൊരു വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം വേൾഡ് വൈഡ് എല്ലാ ചർച്ചകളും എല്ലാവരുടെ ഒപ്പീനിയൻസും ഒക്കെ കൺവേ ചെയ്യുന്നത് എന്താണ് ഈ ഒരു വാർത്താവിനിമയ മാധ്യമങ്ങളിലൂടെയാണെന്നല്ലേ പറയാം. കത്തുകൾ എഴുതിയും ടെലഗ്രാം അയച്ചും റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും ചെറിയ കുറിപ്പുകൾ എഴുതിയും ആളുകൾ പരസ്പരം ആശയം കൈമാറുന്നു. അപ്പോൾ ഇതുകൂടാതെ ഫാക്സ്, ഇമെയിൽ മുതലായവ വ്യാപാരം സംബന്ധിച്ചും അല്ലാതെയുമുള്ള ആവശ്യങ്ങൾക്ക് ആളുകൾ ഉപയോഗിക്കുന്നു. വാർത്താവിനിമയ മാർഗങ്ങൾ ആശയവിനിമയത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ച് മാറുന്നു. സ്വകാര്യ ആവശ്യത്തിനുള്ള വാർത്താവിനിമയ മാർഗങ്ങളും ബഹുജന വാർത്താവിനിമയ മാർഗങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, വാർത്താവിനിമയ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വകാര്യ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ പേഴ്സണൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ വാർത്താവിനിമയം യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ബഹുജന വാർത്താവിനിമയ മാർഗങ്ങൾ. അങ്ങനെ 2 തരത്തിൽ വാർത്താവിനിമയ മാർഗങ്ങൾ. അതിൽ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ജനങ്ങളിലോട്ട് എത്തിക്കാനോ അറിയാനോ ഒക്കെയാണ് ഒരു ബഹുജന വാർത്താവിനിമയങ്ങൾ മാർഗമുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ എളുപ്പമായിട്ടുള്ള സോഷ്യൽ സയൻസിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായത്. ഇതിലാകെ നമുക്ക് ഗതാഗതത്തിനെ പറ്റിയിട്ടും ഗതാഗതത്തിൻ്റെ വ്യോമഗതാഗതം, അതുപോലെ തന്നെ ജലഗതാഗതം, റോഡ് ഗതാഗതം, ഈ ഒരു ഗതാഗതങ്ങളുടെ മേന്മകളും അതുപോലെ പോരായ്മകളുമാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ വാർത്താവിനിമയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്